നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകം മുഴുവനും ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ആഘോഷത്തിലാണ്. ഇപ്പം ലോകത്തെല്ലായിടത്തും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഇഷ്ടപ്പെട്ട ടീമിൻ്റെ ഫ്ലെക്സുകൾ വയ്ക്കുന്നത്, പിന്നെ കട്ടൗട്ടുകൾ വയ്ക്കുന്നത്, പോസ്റ്റേഴ്സ് ഇറക്കുന്നത്, അതുപോലെ തന്നെ ജേഴ്സി, പിന്നെ മുഖത്ത് പെയിൻ്റൊക്കെ ചെയ്ത് ഫ്ലാഗൊക്കെ വെച്ച് വലിയൊരു ആഘോഷമാണെന്ന് ഫിഫ വേൾഡ് കപ്പ് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ എല്ലായിടത്തും ഇന്ന് ഫിഫ വേൾഡ് കപ്പ് ഭയങ്കര ആഘോഷമാണ്. അതുപോലെ തന്നെ ആവേശമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഇപ്പോൾ AI ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോ വരെ ഇപ്പോൾ ഫ്ലെക്സിൻ്റെ അകത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ബോളിൻ്റെ കാര്യത്തിലാണ്. ഈ പ്രാവശ്യത്തെ ബോളിൻ്റെ പേര് ട്രയോണ്ട എന്നാണ്. കഴിഞ്ഞ 2022 ഉപയോഗിച്ച ബോളിൻ്റെ സാങ്കേതിക വിദ്യയാണ്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഡിജിറ്റൽ കാര്യങ്ങളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം 3 രാജ്യങ്ങളിലായിട്ടാണ് നടത്തുന്നത്. USA, കാനഡ, മെക്സിക്കോ. ഇതിനു മുമ്പേ നടന്നത് 2002 2 രാജ്യങ്ങളിൽ. ഒന്ന് സൗത്ത് കൊറിയയിലും പിന്നെ ജപ്പാനിലുമാണെന്ന് തോന്നുന്നു. അവിടെയാണെന്നോ തോന്നുന്നു, എനിക്ക് ഓർമ്മ എത്തുന്നില്ല. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2026 3 രാജ്യങ്ങളിൽ വയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട്. 48 ടീമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. 2022 എനിക്ക് തോന്നുന്നു 32 ടീമായിരുന്നു. ഈ പ്രാവശ്യം 42 അത്രയും ടീമുകളുണ്ട് ഈ പ്രാവശ്യം. അപ്പം നാളെയാണ് ഫിഫ വേൾഡ് കപ്പ് തുടങ്ങുന്നത്. ഫസ്റ്റ് മാച്ച് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇപ്രാവശ്യം OTTയിൽ C5 ഫുട്ബോൾ ലൈവ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ ഈ സൺ ഡയറക്റ്റിൻ്റെ ചാനലിനകത്ത്, കേബിളിനകത്ത് പുതിയൊരു സ്പോർട്സ് ചാനൽ വന്നിട്ടുണ്ട്. യുണൈറ്റ് 8 സ്പോർട്സ് 1 എന്നാണ് അതിൻ്റെ പേര്. 509 നമ്പറാണ് അതിൻ്റെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് വന്നത്. ഇതിന് മുമ്പേ ഒന്നും ആ ചാനലില്ലായിരുന്നു. എനിക്കൊന്ന് ഫുട്ബോൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിലാണ് അവർ ആ ചാനൽ പുതിയതായി ആഡ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യക്കാരുടെ സമയം എന്ന് പറയുമ്പം വ്യത്യസ്തമാണ്. കാരണം എനിക്കൊന്നും വെളുപ്പിനെയൊക്കെയാണെന്ന് തോന്നുന്നത്, ഈ നമ്മൾ ഈ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ആണെന്ന് തോന്നുന്നത് ഈ കളികൾ. കാരണം ഇപ്പോൾ US ടൈമും നമ്മുടെ ടൈമും തമ്മിൽ വ്യത്യാസമുണ്ട്, മെക്സിക്കോയിലും തമ്മിൽ വ്യത്യാസമുണ്ട്, കാനഡയും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്കൊന്ന് നമുക്ക് ഈ 1 മണി 2 മണി 3 മണിക്കൊക്കെ ആണെന്ന് തോന്നുന്നത്. എനിക്ക് ഈ സമയത്തിൻ്റെ ഈ കാര്യം അറിയത്തില്ല. അവരുടെ കളി സ്റ്റാർട്ട് ചെയ്യുന്ന, എനിക്ക് നാളത്തെ കളി സ്റ്റാർട്ട് ചെയ്യുന്നത് 12:30 AM മെക്സിക്കോയിലാണ് ഫസ്റ്റ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയായിട്ടാണ്. അപ്പം നമ്മുടെ ഇന്ത്യക്കാര് ഇപ്രാവശ്യത്തെ കളി വ്യത്യസ്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കുവൈറ്റിൻ്റെ ടൈം കുറച്ച് മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫുട്ബോളിൻ്റെ കാര്യത്തെക്കുറിച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും. അതിൻ്റെ സ്റ്റോറികളും പിന്നെ രസകരമായിട്ടുള്ള കഥകളും പിന്നെ ഈ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ കഥകൾ കേൾക്കുകയൊക്കെ ചെയ്യും, ഹിസ്റ്ററിയൊക്കെ കേൾക്കും. ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ, മെസ്സിയുടെ, അവരെങ്ങനെയാണ് ഇത്രയും പവർഫുള്ളായിട്ടുള്ള പ്ലേയേഴ്സ് ആയത്, അതുപോലെ അവരുടെ കുട്ടിക്കാലം എങ്ങനെയാണെന്നൊക്കെ ഉള്ള കഥകളൊക്കെ കേൾക്കുന്നതൊക്കെ ഒരു ടൈമാണ്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയമാണ്, അതുപോലെ തന്നെ കാണുന്ന നേരമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു രസകരമായിട്ടുള്ള ഒരു കഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നടന്നു വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയത് 1930. അപ്പോൾ ഇത് ഞാൻ പറയുന്ന കഥ 1982 ഒരു കഥയാണ്. ഒരാളുടെ ഒരു കാണിയുടെ തീരുമാനം, കാഴ്ചക്കാരൻ്റെ ഒരു തീരുമാനമാണ് ഈ കഥ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു രാജകുമാരൻ്റെ തീരുമാനം. 1982 ലോക ഫുട്ബോൾ ചരിത്രത്തിൽ
ഏറ്റവും ശക്തനായ ഒരു കാണിയുടെ ഇടപെടൽ ഉണ്ടായത് സ്പെയിനിലെ വിലാഡോളിഡിൽ ഫ്രാൻസും ഫ്രാൻസും കുവൈറ്റും തമ്മിൽ നടന്ന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലായിരുന്നു. ഫ്രാൻസ് 3-1 എന്ന് മുന്നിട്ട് നിൽക്കുന്നു. മാത്രമല്ല അവര് 4ാമത്തെ ഗോൾ നേടാനായി അവരുടെ കളിക്കാരെ പെനാൽറ്റി ബോക്സിലേക്ക് കടന്നിരിക്കുന്നു. പെട്ടെന്ന് ഗാലറിയിൽ നിന്ന് ആരോ ഉച്ചത്തിൽ വിസിൽ അടിക്കുന്നത് കേട്ട് കുവൈത്ത് കളിക്കാർ റെഫറി ഓഫ്സൈഡ് വിളിച്ചെന്നാണ് തെറ്റിദ്ധരിച്ചത്. കളി പൂർണ്ണമായും നിർത്തി. ഫ്രാൻസ് ഗോളടിക്കുകയും ചെയ്തു. എന്നാൽ റെഫറി ഗോൾ അനുവദിച്ചതോടെ കുവൈത്ത് ടീം കടുത്ത ദേഷ്യത്തിലായി. പെട്ടെന്ന് VIP ബോക്സിലേക്ക് നോക്കിയ കുവൈത്ത് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഫഹദ് രാജകുമാരൻ താൻ കളി കണ്ടത് മതിയെന്ന് തീരുമാനിച്ചു. തൻ്റെ പരമ്പരാഗത വസ്ത്രം ധരിച്ചുകൊണ്ട് രാജകുമാരൻ സ്പാനിഷ് പോലീസുകാരുടെയും അംഗരക്ഷകരുടെയും അകമ്പടിയോടെ നേരെ കളിക്കളത്തിലേക്ക് മാർച്ച് ചെയ്തു. അദ്ദേഹം റെഫറിയോട് രൂക്ഷമായി തർക്കിക്കുകയും ഗോൾ പിൻവലിച്ചില്ലെങ്കിൽ തൻ്റെ ടീമിനെ കളിയിൽ നിന്നും പൂർണ്ണമായും പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രാജകീയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് റെഫറി തൻ്റെ തീരുമാനം മാറ്റി. അനുവദിച്ച ഗോൾ റദ്ദു ചെയ്തു. പിന്നീട് ഒരു ഗോൾ കൂടി അടിച്ച് മത്സരം ഫ്രാൻസ് 4-1 തന്നെ വിജയിച്ചെങ്കിലും നിയമപുസ്തകം തിരുത്തി എഴുതാൻ ഒരു കാണി ലക്ഷറി സൂട്ടിൽ നിന്നും ഇറങ്ങി വന്ന ആ കാഴ്ച കായിക ചരിത്രത്തിലെ ഏറ്റവും രസകരവും വിചിത്രവുമായ നിമിഷങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു. ഒരാളുടെ ഒരു അറബ് രാജകുമാരൻ ഒരു രസത്തിന് വിസിലടിച്ചാണ്. പക്ഷേ അത് കുവൈത്ത് കളിക്കാർ വിചാരിച്ച് റെഫറി ഓഫ് സൈഡ് വിളിച്ചാണ്. ആ സമയം കൊണ്ട് ആ സന്ദർഭം മുതലെടുത്ത് ഫ്രാൻസുകാർ 4ാമത് ഗോൾ അടിച്ചു. അങ്ങനെ താൻ ചെയ്തത് വലിയ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കി ആ രാജകുമാരൻ വളരെ ദേഷ്യപ്പെടുകയും വിഷമത്തോടെ കളി കണ്ടത് അവസാനിപ്പിച്ച് മൈതാനത്തിലേക്ക് ഇറങ്ങി ചെന്നു. എന്നിട്ട് ഗോളിയായിട്ട് തർക്കിച്ച് ആ ഗോള് അനുവദിച്ചു കൊടുക്കരുത്, അയാൾക്കുണ്ടായ മിസ്റ്റേക്കാണെന്നും പറഞ്ഞ് ആ ഗോള് റദ്ദാക്കി. പക്ഷെ ഫ്രാൻസുകാർ പോയ ആ 4ാമത്തെ ഗോള് ഒന്നും കൂടി അടിക്കുകയും കളി വിജയിക്കുകയും ചെയ്തു. 4-1 കളി വിജയിച്ചു ഫ്രാൻസ്. ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ യൂട്യൂബിൽ കാണും തോന്നുന്നു ഇതിൻ്റെ ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഇത് ഇപ്പം നമ്മളിപ്പം ഈ കളിക്കിടയിലൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കും, പി ഊതുക, അതിൽ വിസിലൊക്കെ അടിക്കുകയും ചെയ്യും. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതില്ലായിരിക്കും. ഇന്നാണല്ലോ കൂടുതലായിട്ട് ഇപ്പം ബാൻഡ് മേളമൊക്കെ ഉള്ളത്. അപ്പം അന്ന് എന്തോ ഒരു തമാശയ്ക്ക് അദ്ദേഹം ആ രാജകുമാരൻ ചെയ്തതാണ്. പക്ഷെ അത് കുവൈത്ത് കളിക്കാർ ഓഫ് സൈഡ് വിളിച്ചെന്ന് തെറ്റിദ്ധരിച്ച് കളി നിന്നുപോയി അവർ. അപ്പോൾ അയാൾ ചെയ്തൊരു മണ്ടത്തരത്തിൽ നിന്ന് ഉണ്ടായതാണ്. പക്ഷെ ആ കളി ഫ്രാൻസ് ജയിച്ചു. അങ്ങനെ നിരവധി കഥകൾ ഫുട്ബോളിലുണ്ട്. അതൊക്കെ അറിയാവുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് കഥയുണ്ട് കേട്ടോ, നല്ല പോലെ കഥകളുണ്ട് ഈ പുസ്തകത്തിനകത്ത്. ഞാനത് വായിച്ചു, ഇപ്പോൾ 2 കഥകൾ വായിച്ച്. ഒരാൾക്കുണ്ടായിട്ടുള്ളൊരു അബദ്ധത്തെക്കുറിച്ച് ഞാൻ വായിച്ചു. നല്ല രസമായിരുന്നു വായിക്കാൻ. നല്ല എന്താ പറയുക, മനസ്സ് നല്ല രീതിയിൽ ഫുട്ബോൾ ആവേശത്തിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത ഫുട്ബോളിൻ്റെ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.